വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. പുറമൊക്കെ കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ചൂയിയായിട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ബേക്ക് ചെയ്യാനുള്ള ട്രേ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അതും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ ഒരു 100 ഗ്രാമാണ്. അത് ഞാൻ ഒന്ന് ഉരുക്കിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് ഒരു 3 മിനിറ്റ് നേരം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സായി വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു 2 മുട്ട കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഒരു 4-5 മിനിറ്റ് നേരം തന്നെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഉരുക്കി എടുത്തിരിക്കുകയാണ് ഞാൻ. ഒരു 200 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ആ വൈറ്റ് ചോക്ലേറ്റും മുട്ടയും നമ്മളെടുത്തിരിക്കുന്ന ബട്ടറും എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സായി കിട്ടണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്കിതിലേക്ക് മൈദ ചേർക്കാൻ. മൈദ 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് ചേർക്കേണ്ട, 2-3 തവണയായിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ചേർക്കണം. ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കൊട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വല്ലതും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ അതൊന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി. ഓവനിലാണ് ഞാനിതിപ്പോൾ ബേക്ക് ചെയ്യുന്നത്. ഒരു 180 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും നമുക്കിത് ബേക്കായി കിട്ടാൻ. ഇത് ബേക്കായി കിട്ടുമ്പോൾ കണ്ടോ, പുറമെല്ലാം നല്ല ക്രിസ്പിയാണ്, ഉള്ളെന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഈ ബ്രൗണി എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്